ഹലോ അസ്സലാമു അലൈക്കും. പൊന്നാനിക്കാരുടെ മെയിൻ ആയിട്ടുള്ള നല്ല കോഴിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്കൊരു ഓർഡർ ഉണ്ട്, അതിന് വേണ്ടി ഉണ്ടാക്കുന്നതിനിടയിലാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ബീഫ് വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. പക്ഷേ ചിക്കൻ വെച്ചിട്ടും ഈ സെയിം റെസിപ്പി നമുക്ക് ചെയ്യാം. പക്ഷേ കൂടുതൽ പേർക്കും ഇഷ്ടം നല്ല ബീഫ് വെച്ചിട്ടുള്ള കോഴിയുടെയാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ 3/4 കിലോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ബീഫ് വാങ്ങിക്കുമ്പോൾ എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ കേട്ടോ. നമ്മളിവിടെ ഒരു 6 വിസിലാണ് വരുത്തുന്നത്. നിങ്ങളുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വിസിൽ വരുത്താം. ബീഫ് ഒരുപാട് വെന്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്കുള്ള സവോള ഒന്ന് അരിഞ്ഞെടുക്കാം. 3/4 കിലോ ബീഫിലോട്ട് നമ്മൾ 3/4 കിലോ സവോള എന്നിട്ട് എടുക്കുന്നത്. സവോള നല്ല നേരിയ രീതിയിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ അതായത് ഇതുപോലെ നല്ല നേരിയ രീതിയിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ബീഫും നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിതാ ഇവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 10 പച്ചമുളകും കുറച്ച് വേപ്പിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഈ കോഴിയുടെ മസാല കുറേ കാലം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്ര വേഗമൊന്നും നാശാവില്ല. നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കാലം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു മിക്സ് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബീഫും ഇതിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല പൊടി പോലെ ഗ്രൈൻഡ് ചെയ്ത് കിട്ടും ഇതിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇതില്ലാത്തവർ മിക്സി വെച്ച് ചെയ്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ കോഴിയുടെ ഇറച്ചി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നമ്മൾ നല്ല വിറകടുപ്പിലാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ നല്ല അടി കട്ടിയുള്ള പാത്രം നോക്കി എടുക്കണം. നമ്മളിവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, അല്ലെങ്കിൽ നന്നായി അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഈ സവോള നമ്മൾ അരിഞ്ഞു വെച്ചത് മുഴുവൻ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ബീഫിൽ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തതുകൊണ്ട് ഉപ്പ് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലെ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു 1/4 കപ്പ് ഓയിൽ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതുപോലെ ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന ടൈമിൽ നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയുടെ ആ മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം. നമ്മളിതാ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നല്ല അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയും അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ഗ്രാമ്പു, പട്ട, ഏലക്കായം, പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചെടുത്തതാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, അടുപ്പിലെ തീ കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മസാല ഒക്കെ ചേർത്തുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ തീയിൽ വേണം കേട്ടോ ഇത് ചെയ്യാൻ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇതെന്താണെന്ന് വെച്ചാൽ റോസ്റ്റ് ചെയ്ത് വരാൻ ഒരുപാട് സമയമെടുക്കും. ബീഫൊക്കെ നല്ലതായി വരാൻ അത്യാവശ്യം സമയമെടുക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ക്ഷമയോടെ വേണം ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ അതാ അതിലേക്കുള്ള ബീഫ് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. ഞാനിതവിടെ 1 കിലോ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലും നെയ്യും കൂടി മെൽറ്റ് ചെയ്തതും പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. മാവ് റെഡി ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അത്യാവശ്യം വലുപ്പമുള്ള ബോൾസ് എടുത്തിട്ട് നല്ല തിന്നായിട്ട്, അതായത് നല്ല രീതിയിൽ തിന്നാവണം, എന്നാൽ മാത്രം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു കോഴിയുടെ തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല തിന്നാവുന്ന രീതിയിൽ വേണോട്ടത്. ഇതുപോലെ നല്ല തിന്നാവുന്ന രീതിയിൽ നന്നായി പരത്തിയെടുത്തിട്ട് പിന്നെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള ഇതിൽ കപ്പൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ നല്ല കറക്റ്റ് ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മടക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ
ഇതാ കോഴിയുടെ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ബൾക്ക് ഓർഡർ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു ചീനച്ചട്ടിയിൽ നമ്മൾ ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ കോഴിയുടെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ ഒന്നിൽ ഫ്രൈ ചെയ്തെടുക്കുക. അത്യാവശ്യം കുണ്ടുള്ളൊരു ചീനച്ചട്ടിയാണെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഒരു ടൈമിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്യണം. ഇതുപോലെ ഒന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇതാ നമ്മുടെ കോഴിയുടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഓർഡർ തരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അതായത് ഗൾഫിക്കൊക്കെ കൊണ്ടുപോകുന്ന ആവശ്യത്തിനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക.